ഗുഡ് ഈവനിങ്. MMTയുടെ മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾസിൻ്റെ മൊഡ്യൂൾ 1 സെക്കൻഡ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4th സെമസ്റ്ററിൽ ആണ് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങൾക്ക് അതൊക്കെ അറിയാം. അതിൽ നമ്മളൊരു ആദ്യത്തെ സെഷന് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ്, ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ് എന്തെല്ലാമാണ്. അതിൽ സ്ട്രക്ചർ ഓഫ് സോളിഡ്സ് ആണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത്. സ്ട്രക്ചർ ഓഫ് സോളിഡ്സിൻ്റെ ജസ്റ്റ് ഫസ്റ്റ് ഒരു പാർട്ട് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. സ്ട്രക്ചർ ഓഫ് സോളിഡ്സ് അതിൽ തന്നെ രണ്ട് സ്ട്രക്ചേഴ്സ് ഉണ്ട് നമ്മുടെ സോളിഡ്സിന്, ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എല്ലാം ഒരു റെഗുലർ റിപ്പീറ്റേഷൻ പാറ്റേണിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. എന്നാൽ അമോർഫസ് സോളിഡ്സിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ നമ്മുടെ ആറ്റംസിന് ഉണ്ടായിരിക്കില്ല. അവിടെ ഒരു ഡിസോർഡർ ഉണ്ടായിരിക്കും. ആറ്റംസ് തോന്നിയ രീതിയിലാവും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ക്രിസ്റ്റൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ സിമ്പിളി ആറ്റംസിൻ്റെ ഒരു റെഗുലർ റിപ്പീറ്റേഷൻ പാറ്റേൺസിൽ 3 ഡയമെൻഷണൽ സ്പേസിൽ റെഗുലർ റിപ്പീറ്റേഷൻ പാറ്റേണിൽ ഒരു പർട്ടിക്കുലർ പാറ്റേൺ റെഗുലറായിട്ട് ഒരേപോലെ ആ 3 ഡയമെൻഷണൽ സ്പേസിൽ റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്ന സോളിഡ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ആ 3 ഡയമെൻഷൻ സിമ്പിളി ആറ്റംസിൻ്റെ 3 ഡയമെൻഷണൽ പീരിയോഡിക് അറേഞ്ച്മെൻറ്റ്, അതാണ് ക്രിസ്റ്റൽ. അതെന്താണെന്ന് പറഞ്ഞു. ദെൻ അമോർഫസ് സോളിഡ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ ഒരു അറേഞ്ച്മെൻറ്റും ഉണ്ടാവില്ല. എന്താണ് എക്സാമ്പിൾ പറഞ്ഞു. ദെൻ സ്പേസ് ലാറ്റിസ് എന്താണെന്ന് പറഞ്ഞു. സ്പേസ് ലാറ്റിസ് ഒരു ജോമെട്രിക്കൽ കൺസെപ്റ്റാണ്. അവിടെ നമ്മൾ പോയിൻറ്റ്സിനെ പീരിയോഡിക്കായിട്ട് അറേഞ്ച് ചെയ്യുന്നു. എന്നാൽ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ ആറ്റംസിൻ്റെ പീരിയോഡിക് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്. ലാറ്റിസ് എന്ന് പറയുമ്പോൾ പോയിൻറ്റ്സിൻ്റെ പീരിയോഡിക് അറേഞ്ച്മെൻ്റ് ആണ്. രണ്ട് കൺസെപ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ക്രിസ്റ്റൽ സ്ട്രക്ചർ കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ കിട്ടുന്നത്? കാരണം ലാറ്റിസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് തരുന്നത് എന്താണ്, ഒരു പോയിൻറ്റ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ലാറ്റിസ് എപ്പോഴും എന്താണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മുടെ ആറ്റംസ് റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആര് തരിക, ലാറ്റിസ് തരിക, അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് തരുന്നത്. എന്നാൽ ക്രിസ്റ്റൽ എന്താണ്, ആറ്റംസിൻ്റെ റിപ്പീറ്റേഷനാണ്. അപ്പോൾ ലാറ്റിസും ക്രിസ്റ്റലും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ അവിടെ ഉപയോഗിച്ചിരുന്നു. അയാളുടെ പേരാണ് എന്ത്, ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിസ് എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്, എന്താണ് അവിടെ റിപ്പീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ലാറ്റിസ് തരും. ഏത് പാറ്റേൺ ആണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ലാറ്റിസ് തരും. എന്നാൽ എന്താണ് അവിടെ റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ആര് തരും, ബേസിസ് തരും. സോ ബേസിസ് ആക്ച്വലി എന്താ തരുന്നത്, എന്താണെന്നുള്ളത്. അപ്പോൾ എന്താവും അവിടെ ഉണ്ടാവുക, നമുക്കറിയാം ആറ്റംസ് ആണ് അവിടെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആയിരിക്കും. ഓരോ ലാറ്റിസ് പോയിന്റുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഉണ്ട് എന്നുള്ളതായിരിക്കും എന്ത് തരിക, നമ്മുടെ ബേസിസ് തരിക. സോ ലാറ്റിസ് പ്ലസ് ബേസിസ് ആണ് എന്ത്, ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ സിമ്പിളി പോയിൻറ്റ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യണം, എന്നാൽ ഓരോ ലാറ്റിസ് പോയിന്റിലും എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ആറ്റം മാത്രമാണ് ഉള്ളത്, ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ആരാണ്, ബേസിസ് ആണ്. അവ തമ്മിൽ രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമാണ് ക്രിസ്റ്റൽ കിട്ടുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ യൂണിറ്റ് സെൽ എന്താണെന്ന് പറഞ്ഞു. നമ്മളെ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് എന്ത്, നമ്മുടെ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ആ ക്രിസ്റ്റൽ സ്ട്രക്ചർ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്പേസ് ലാറ്റിസ് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂണിറ്റ് സെല്ലിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, 3 ഡയമെൻഷണൽ സ്പേസിൽ ഇൻഡെഫിനിറ്റ്ലി നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിനങ്ങോട്ടും അങ്ങോട്ട് മൂവ് ചെയ്താൽ, ഇൻഡെഫിനിറ്റ്ലി നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ സ്പേസ് ലാറ്റിസിൽ ആ ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ നമുക്ക് വേണ്ട സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസ് അവിടെ ലഭിക്കും. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ അതിനെ പറഞ്ഞിരുന്നു, നമ്മുടെ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് വോളിയം, ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് വോളിയം, ആ സ്മോളസ്റ്റ് വോളിയം എന്ത് റെപ്രസെൻ്റ് ചെയ്യണം, മസ്റ്റായിട്ട് എന്ത് റെപ്രസെൻ്റ് ചെയ്യണം, എന്ത് പാറ്റേൺ ആണ് അവിടെ റിപ്പീറ്റ് ചെയ്യേണ്ടത്
എന്നുള്ളത് ആ സ്മോളസ്റ്റ് വോളിയം റെപ്രസെൻ്റ് ചെയ്യും. സോ അത്തരത്തിലുള്ള ആ സ്മോളസ്റ്റ് വോളിയത്തിനെ അത് കംപ്ലീറ്റ് പാറ്റേൺ ഏത് പാറ്റേൺ ആണോ റിപ്പീറ്റ് ചെയ്യേണ്ടത് ആ കംപ്ലീറ്റ് പാറ്റേൺ ഉൾക്കൊള്ളുന്ന സ്മോളസ്റ്റ് വോളിയം ഓഫ് എ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ അതും എന്ത് തന്നെയാണ് യൂണിറ്റ് സെല്ലാണ്. സോ നമുക്ക് യൂണിറ്റ് സെല്ലിൽ കുറച്ച് പാരാമീറ്റേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 ലാറ്റിസ് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ ABC XY Z ഡയറക്ഷനിലുള്ള അതിൻ്റെ ലെങ്ത്ത് ഓരോ സൈഡിലെയും അല്ലെങ്കിൽ ഓരോ ഇതിലേക്ക് ലെങ്ത്ത്, അതുപോലെ തന്നെ അവയുടെ ആക്സിസ് തമ്മിലുള്ള ആംഗിൾ ആൽഫ ബീറ്റ ഗാമ. അതിനെ ബേസ് ചെയ്തിട്ട് 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്. 7 ക്രിസ്റ്റൽ സിസ്റ്റംസിൽ ഓരോ ക്രിസ്റ്റൽ സിസ്റ്റംസിലും ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ ക്രിസ്റ്റൽ സിസ്റ്റം 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്. ഓരോ ക്രിസ്റ്റൽ സിസ്റ്റത്തിലും ആറ്റംസിനെ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ എന്ത് ചെയ്യാം അറേഞ്ച് ചെയ്യാം. നമുക്കിപ്പോൾ ഡിഫറെൻറ്റ് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ അറേഞ്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് മൊത്തം 14 തരത്തിലുള്ള സ്പേസ് ലാറ്റിസുകൾ അല്ലെങ്കിൽ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ലഭിക്കും. മെറ്റീരിയൽസിന് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യും ലഭിക്കും. അത്തരം ലഭിക്കുന്ന ഈ ലാറ്റിസിനെ നമ്മൾ മറ്റൊരു പേര് വിളിക്കും ബ്രവൈസ് ലാറ്റിസ്. കാരണം ബ്രവൈസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് 14 ബ്രവൈസ് ലാറ്റിസ് എന്ന് അല്ലെങ്കിൽ ബ്രവൈസ് ലാറ്റിസ് എന്ന് നമ്മൾ എന്ത് ചെയ്യും ഇത്തരത്തിൽ കിട്ടുന്ന ലാറ്റിസുകളെ നമ്മൾ പറയാറുണ്ട്. കാരണം അദ്ദേഹമാണ് അത് കണ്ടുപിടിച്ചത്. അപ്പോൾ 7 ടൈപ്പിൽ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ ഓരോ സിസ്റ്റത്തിലും ആറ്റംസിനെ അറേഞ്ച് ചെയ്തിട്ട് 14 സ്പേസ് ലാറ്റിസുകൾ അല്ലെങ്കിൽ 14 ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് നമുക്ക് ലഭിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റാലിക് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സാണ്. നമുക്ക് മെറ്റൽസിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് അറിയാം ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട എല്ലാ ക്രിസ്റ്റൽ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് എല്ലാതും കൂടി എന്ത് ചെയ്യേണ്ട പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിൻ്റെ യൂണിറ്റ് സെല്ല് മാത്രം പഠിച്ചാൽ മതി. കാരണം യൂണിറ്റ് സെല്ലിൻ്റെ റിപ്പീറ്റേഷനാണ് എന്ത് നമ്മുടെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 4 യൂണിറ്റ് സെല്ലുകളാണ് മെറ്റാലിക് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ 4 ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് മാത്രമേ നമ്മുടെ മെറ്റൽസിനെ മോസ്റ്റ്ലി വരുന്നുള്ളൂ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസും ഈ ഒരു 4 സ്ട്രക്ചറിൽ ഏതെങ്കിലും ഒന്നാവും. ഓക്കെ, ഏതൊക്കെയാണ് 4 സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ, ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ, ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചർ. ഈ 4 വിധത്തിലാണ് നമുക്ക് എന്ത് ചെയ്യുക നമ്മുടെ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് മെറ്റൽസിൽ ഉണ്ടായിരിക്കുക. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ആദ്യത്തെ 3 എണ്ണവും എന്ത് തന്നെയാണ് ക്യൂബിക് സ്ട്രക്ചറുകളാണ്. ആദ്യത്തെ 3 എന്ത് തന്നെയാണ് ക്യൂബിക് സ്ട്രക്ചറാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക, ക്യൂബിക് സ്ട്രക്ചറാണ്. അപ്പോൾ ക്യൂബിക് സ്ട്രക്ചർ ആകുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? എ ബി ഈക്വൽ ടു സി, എയും ബിയും സിയും എന്താണ് ഈക്വൽ ആണ്. ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. അത് ഓർത്തിരിക്കുക. എന്നാൽ അടുത്തത് എന്താണ്? ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ്. അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്റ്റൽ സിസ്റ്റം നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത് ഹെക്സഗണൽ സിസ്റ്റം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം ആറ്റംസിനെ അറേഞ്ച് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ ഒരു ഇതെന്താണ് ഈ കാണിച്ചിരിക്കുന്നത് ഒരു ക്യൂബിക് സ്ട്രക്ചറാണ്. ഇത് ആക്ച്വലി സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറാണ്. ഇവിടെ ആറ്റംസിനെ ഒരു പർട്ടിക്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും ബോഡി സെൻറ്റേർഡ് കിട്ടും. അതുപോലെ തന്നെ വേറൊരു രീതിയിൽ അറേഞ്ച് ചെയ്താൽ ഫേസ് സെൻറ്റേർഡ് കിട്ടും. അതുപോലെ എക്സ്റ്റേണൽ ക്ലോസ് പാക്ക്ഡിൽ ഇവിടെ ആറ്റംസിനെ ഒരു ഒരു പർട്ടിക്കുലർ രീതിയിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആറ്റംസിനെ അറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും എക്സ്റ്റേണൽ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചർ കിട്ടും. ഓക്കെ, ഇത്തരത്തിലുള്ള 4 സ്ട്രക്ചേഴ്സാണ് നമ്മുടെ മെറ്റാലിക് അല്ലെങ്കിൽ മെറ്റൽസിലുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സോ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ നിങ്ങൾ കണ്ടു എ ബി ഈക്വൽ ടു സി ആണ്. ആൽഫ ഗാമ ബീറ്റ അതൊക്കെ എന്താണ് ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. ഇതിൽ നോക്കുക, ആ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ്റംസ് എല്ലാം അതിൻ്റെ കോർണേഴ്സിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈ പോയിന്റ്സിനെ ഇതെന്താണ് ഒരു യൂണിറ്റ് സെല്ലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതൊരു യൂണിറ്റ് സെല്ലാണ്. ആ യൂണിറ്റ് സെല്ലുകൾ ഈ കാണുന്ന പോയിന്റ്സുകളെ നമ്മളൊരു പേര് വിളിച്ചിരുന്നു ലാറ്റിസ് പോയിന്റ്സ് എന്നുള്ളത്. ഈ ലാറ്റിസ് പോയിന്റ്സിൽ തന്നെയാണ് നമ്മുടെ ആറ്റംസ് എന്ത് ചെയ്തിട്ടുള്ളത്
ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലാറ്റിസ് പോയിൻറ്റ്സിലാണ്. അത് ലാറ്റിസ് പോയിൻറ്റ്സ് എല്ലാം എവിടെയാണ് കിടക്കുന്നത്? എല്ലാം കോർണേഴ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കോർണേഴ്സിൽ മാത്രമായിരിക്കും നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആറ്റംസിനെ നമ്മൾ യൂണിറ്റ് സെല്ലുകളിൽ അല്ലെങ്കിൽ ക്രിസ്റ്റൽസിൽ ആറ്റംസിൻ്റെയൊക്കെ ഷേപ്പ് നമ്മളെപ്പോഴും സ്ഫിയർ ആയിട്ടാണ് എടുക്കുന്നത്. ഒരു സ്ഫിയർ, പെർഫെക്റ്റ് ഹാർഡ് സ്ഫിയർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? നമ്മൾ ആറ്റംസിൻ്റെ ഷേപ്പ് അസ്യൂം ചെയ്യാറുള്ളത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് അതിൻ്റെ ഒരു ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ് ഈ കാണുന്നത്. ഇത് സിമ്പിളി ആ ഒരു യൂണിറ്റ് സെല്ല് വിത്ത് അതിൻ്റെ ലാറ്റിസ് പോയിൻറ്റ്സ്. ഇവിടെ ആറ്റംസിന് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ല. ആറ്റംസിന് അറേഞ്ച് ചെയ്യുമ്പോൾ അതിങ്ങനെയാണ് കാണുക. അതായത് ആറ്റംസിൻ്റെ കംപ്ലീറ്റ് പോർഷനും എന്ത് ചെയ്യുന്നില്ല? ആ യൂണിറ്റ് സെല്ലിൽ വരുന്നില്ല. ആറ്റത്തിൻ്റെ കുറച്ച് പോർഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ആ യൂണിറ്റ് സെല്ലിൽ വരുന്നുള്ളൂ. ബാക്കിയുള്ള പോർഷൻ എന്ത് ചെയ്യും? ഇവിടെ വരും. കാരണം ഇത് 3 ഡയമെൻഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് അല്ലേ? 3 ഡയറക്ഷനിലും ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പോർഷൻ ഇവിടെ വരും, അതുപോലെ തന്നെ ഒരു പോർഷൻ ഈ ഭാഗത്ത് വരും, ഒരു പോർഷൻ ഈ ഭാഗത്ത് വരും. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഷെയറിങ് നടക്കുന്നുണ്ട്. ഓരോ കോർണറിലും എന്ത് ചെയ്യുന്നുണ്ട്? ഷെയറിങ് നടക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് മൊത്തം 8 കോർണേഴ്സ് ഉണ്ട്. അപ്പോൾ 8 കോർണർ ആറ്റംസ് ആണ് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ നമുക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ. അപ്പോൾ ആറ്റംസ് എല്ലാം അതിൻ്റെ ക്യൂബിൻ്റെ കോർണേഴ്സിലാണ് സിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് സെല്ല്, അതായത് ഈ കാണുന്നത് തന്നെ ഒരു യൂണിറ്റ് സെൽ തന്നെയാണ് അല്ലേ? ആ യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ ക്യൂബിക് സ്ട്രക്ചേഴ്സ് വരുന്ന യൂണിറ്റ് സെല്ലുകളിലുള്ള ആറ്റംസ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഫോർ ക്യൂബിക് സ്ട്രക്ചർ. ഒരു ക്യൂബിക് സ്ട്രക്ചറിൽ വരുന്ന 3 ക്യൂബിക് സ്ട്രക്ചറിൽ വരുന്ന 3 ആൾക്കാരുണ്ട് അല്ലേ? നമുക്ക് മെറ്റാലിക് ക്രിസ്റ്റൽസ് 3 എണ്ണം വരുന്നുണ്ട് ക്യൂബിക് സ്ട്രക്ചറിൽ. അപ്പോൾ ആ 3 എണ്ണത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് ഇത്. നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഫോർ ക്യൂബിക് സ്ട്രക്ചർ. അതായത് ഏതൊരു ക്യൂബിക് സ്ട്രക്ചറിലും എത്ര ആറ്റംസ് ആ യൂണിറ്റ് സെല്ലുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. n ഈക്വൽ ടു NC/8 NFC പ്ലസ് NFC/2 പ്ലസ് NBC/1. എന്താണ് NC? നമ്പർ ഓഫ് കോർണർ ആറ്റംസ്. ഓരോ കോർണേഴ്സിലുമുള്ള ആറ്റംസ് അത് ഡിവൈഡഡ് ബൈ 8 പ്ലസ് NFC/2 നമ്പർ ഓഫ് ഫേസ് സെൻറ്റേർഡ് ആറ്റംസ്. ഫേസ് എന്ന് പറയുമ്പോൾ ഇതാണ് ഈ യൂണിറ്റ് സെല്ലിൻ്റെ ഒരു ഫേസ്. യൂണിറ്റ് സെല്ലിന് എത്ര ഫേസ് ഉണ്ടാവും? 6 അല്ലേ? 1 2 3 4 5 6 ഫേസ് യൂണിറ്റ് സെല്ലിനുണ്ടാവും. ഒരു ക്യൂബിക് സ്ട്രക്ചർ ആണെങ്കിൽ 6 ഫേസ് ഉണ്ടായിരിക്കും അതിന്, ആ യൂണിറ്റ് സെല്ലിൽ. അപ്പോൾ അതിൽ ആ ഫേസിൻ്റെ സെൻറ്ററിൽ എങ്ങാനും ആറ്റംസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ലാറ്റിസ് പോയിന്റ് വരികയാണെങ്കിൽ അവിടെ ആറ്റംസ് വരുമല്ലോ. അപ്പോൾ ആ ആറ്റംസ് അവിടെ വരികയാണെങ്കിൽ അവിടെ എത്ര ആറ്റംസ് വരുന്നുണ്ട്? ഇപ്പോൾ എല്ലാ ഫേസ് സെൻറ്ററിലും വരുന്നുണ്ടോ, അതോ 2 എണ്ണത്തിൽ മാത്രമാണോ വരുന്നത്? അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്പർ ഓഫ് ഫേസ് സെൻറ്റേർഡ് ആറ്റംസ്, അതാണ് NFC എന്ന് പറയുന്നത്. അത് ഡിവൈഡഡ് ബൈ 2 ഉള്ളൂ. കാരണം ഈ ഒരു ഫേസ് ഈ കാണുന്ന മുകളിലുള്ള ഒരൊറ്റ ഫേസുമായിട്ട് മാത്രമേ അതിന് ഷെയറിങ് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു പകുതി ഭാഗം ഇവിടെ ഉണ്ടാവും, ആ ആറ്റത്തിൻ്റെ പകുതി ഭാഗം ഇവിടെ ഉണ്ടാവും, ബാക്കി പകുതി ഭാഗം എന്തുണ്ടാവും? തൊട്ട് മുകളിലുള്ള യൂണിറ്റ് സെൽ ഉണ്ടാവും. എന്നാൽ ഇവിടെ കോർണേഴ്സിൽ വരുമ്പോൾ അങ്ങനെയല്ല. ഇവിടെ വരുന്നുണ്ട്, ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ 8 ഭാഗത്ത് എന്ത് ചെയ്യും? അതിൻ്റെ ഇത് വരും. നമുക്കിവിടെ നോക്കാം. അതുകൊണ്ടാണ് ഇവിടെ NC/8 വരാനുള്ള കാരണം. ദെൻ NBC നമ്പർ ഓഫ് ബോഡി സെൻറ്റേർഡ് ആറ്റംസ്. ബോഡി എന്ന് പറയുമ്പോൾ അറിയാം, ഇതാണ് നമ്മുടെ യൂണിറ്റ് സെല്ല്. ഇതാണ് ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ മൊത്തം ഇതാണ് അതിൻ്റെ ബോഡി. അതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് വരിക. അപ്പോൾ ബോഡി സെൻറ്റേർഡ് ഒരു യൂണിറ്റ് സെല്ലിൽ ഒരൊറ്റ ബോഡി സെൻറ്റേർഡ് ആറ്റമേ ഉണ്ടാവുള്ളൂ. ക്യൂബിക് സ്ട്രക്ചർ ആണെങ്കിൽ ഒരൊറ്റ എണ്ണം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഷെയറിങ് ഇല്ല. കാരണം അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും സിറ്റ്യൂട്ട് ചെയ്യുക. കാരണം അതിന് പുറത്തേക്കൊന്നും പോകില്ല, അതിൻ്റെ ഉള്ളിലാണ് ആ സാധനം കിടക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ബോഡി സെൻറ്റേർഡ് ആറ്റംസ് അത് ഡിവൈഡഡ് ബൈ 1 ആണ്. കാരണം അതിനെ വേറെ ആരായിട്ടും എന്തില്ല?
ഷെയറിംഗ് ഇല്ല. ആ ഒരു യൂണിറ്റ് സെല്ലുമായിട്ട് മാത്രമേ അതിന് ഷെയറിംഗ് ഉള്ളൂ. എന്നാൽ കോർണർ ആറ്റംസിന് അങ്ങനെയല്ല, 8 അതിന് ഷെയറിംഗ് വരുന്നുണ്ട്. ബോഡി സെൻറ്റേർഡ് ആണെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഫേസ് സെൻറ്റേർഡ് ആണെങ്കിൽ തൊട്ടടുത്തുള്ള യൂണിറ്റ് സെല്ലുമായിട്ടും കൂടി അതിന് വരും. അതായത് 2 ഭാഗമായിട്ട് അല്ലേ, പകുതി ഒരു ഭാഗം ഇതിലും പകുതി ഒരു ഭാഗം ഈ ഫേസിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അതിൽ ഷെയറിങ് വരുന്നത്. ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതിൻ്റെ ബേസിലാണ് ഈ ഇക്വേഷൻ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് അഡോപ്റ്റ് ചെയ്യുക. ഈ ഒരു ഇക്വേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്താൽ എന്താ ഉണ്ടാവുക? സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ എത്ര ആറ്റംസ് ആണ് ഉണ്ടായിരിക്കുക? ഒന്ന് നോക്കിക്കേ. കോർണർ ആറ്റംസ് മാത്രമേ ഉള്ളൂ. എവിടെയെങ്കിലും ഫേസ് സെൻറ്റേർഡ് ആറ്റംസ് നമ്മുടെ ഈ ഒരു ക്യൂബിക് സ്ട്രക്ചറിലുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോർണർ ആറ്റംസ് 8 ഉള്ളത്. അതുപോലെ തന്നെ ഫേസ് സെൻറ്റേർഡ് ആറ്റംസും ഇല്ല, ബോഡി സെൻറ്റേർഡ് ആറ്റംസും സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിലില്ല. ആയതിനാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കൊടുത്താൽ മതി, NC/8. കാരണം ഇത് NFC 0, NBC 0. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. NC/8. NC എന്താണ്? നമ്പർ ഓഫ് കോർണർ ആറ്റംസ് എന്താണ്? 8 ആണ്. അപ്പോൾ 8 × 1/8, അതായത് 1/8 × 8. That's 8/8. എന്താ കിട്ടുക? 1. ഓക്കെ. അപ്പോൾ ഈ ഒരു സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ ഒരു ആറ്റം മാത്രമാണ് ആ യൂണിറ്റ് സെല്ലിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അത് ഓർത്തിരിക്കുക. കണ്ടുപിടിക്കാൻ വ്യക്തമായും അറിഞ്ഞിരിക്കണം. ദെൻ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഒന്ന്, എത്ര ആറ്റംസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് യൂണിറ്റ് സെല്ലിൽ ഉണ്ടായിരിക്കുന്നു. അതുപോലെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ, അതുപോലെ തന്നെ ക്രിസ്റ്റൽ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ സാധാരണ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നോക്കാറുണ്ട്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ്, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ബേസ് ചെയ്തിട്ടാണ് ആ ക്രിസ്റ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? മനസ്സിലാക്കാറുള്ളത്. സോ അതിൽ വരുന്ന അടുത്ത ഒരാളാണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. ഏതൊരു ക്രിസ്റ്റൽ സ്ട്രക്ചറിനും ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു ടേമാണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. ആ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ആക്ച്വലി എന്താണ് പറയുന്നത്? നമ്മുടെ ആറ്റംസ് ആ യൂണിറ്റ് സെല്ലിൽ എത്ര ആ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ എത്ര സ്പേസ് നമ്മുടെ ആറ്റംസ് ആ യൂണിറ്റ് സെല്ലിൽ എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഒരു പാക്കിംഗ് ഡെൻസിറ്റിയാണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ആ യൂണിറ്റ് സെല്ലിൻ്റെ ഉള്ളിൽ ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ആറ്റംസ് ഓക്യുപ്പൈ ചെയ്യുന്ന ആ ഒരു സ്പേസ് എത്രത്തോളം ഉണ്ട്, ആ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ വോളിയത്തിനെ അപേക്ഷിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ആറ്റംസ് എത്രത്തോളം വോളിയം എന്ത് ചെയ്യുന്നുണ്ട്? ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ആ ഇത് തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. ഇവിടെ കാണാം, ടോട്ടൽ വോളിയം ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. ടോട്ടൽ വോളിയം ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. അതാണ് ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. അത് സിംപിളി പറയുന്നത് എന്താണ്? ഈ ഒരു യൂണിറ്റ് സെല്ലിന് ഒരു പർട്ടിക്കുലർ വോളിയം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആറ്റംസ് ഈ യൂണിറ്റ് സെല്ലിൽ എത്ര വോളിയം എടുക്കുന്നുണ്ട്, ബാക്കി എത്ര വോയിഡ് സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ കാണാം, ഇവിടെ വോയിഡ് സ്പേസ് കാണാം. അപ്പോൾ ആക്ച്വലി ഇതെന്താണ് പറയുന്നത്? ഈ ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സിംപിളി എന്താണ്? പാക്കിംഗ് ഡെൻസിറ്റി. ആറ്റംസ് എത്രത്തോളം സ്പേസ് അവിടെ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട് ആ യൂണിറ്റ് സെല്ലിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ സിംപിളി പാക്കിംഗ് ഡെൻസിറ്റിയാണ് ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഫോർ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് 0.52 ആണ്. ഇത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ഈ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ 0.52 എന്നുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് ബോഡി സെൻറ്റേർഡ് ക്യൂബിക്. ഇതും എന്ത് തന്നെയാണ്? ക്യൂബിക് സ്ട്രക്ചറാണ്. ആ ക്യൂബിക് സ്ട്രക്ചറിൽ എന്താണ് മാറ്റം? കോർണേഴ്സിൽ മാത്രമല്ല നമ്മുടെ ആറ്റംസ് ഉണ്ടായിരിക്കുക, അതിൻ്റെ ബോഡിയുടെ ഈ കാണുന്ന യൂണിറ്റ് സെല്ലിൻ്റെ സെൻറ്ററിലും കൂടി ആര് വരുന്നുണ്ട്? നമ്മുടെ ആറ്റം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് കോർണർ ആറ്റംസ് ഡിവൈഡഡ് ബൈ 8. നമ്പർ ഓഫ് കോർണർ ആറ്റംസ് എന്താണ്? 8 ഡിവൈഡഡ് ബൈ 8. അതാണിത് 8/8, 1/8 × 8.
പ്ലസ് നമ്പർ ഓഫ് ഫേസ് സെൻറ്റേഡ് ആറ്റംസ് ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. നമ്പർ ഓഫ് ഫേസ് സെൻറ്റേഡ് ആറ്റംസ് ഉണ്ടോ അവിടെ? ഫേസ് സെൻറ്ററിൽ ആളില്ല, ബോഡി സെൻറ്ററിലുള്ളൂ. അപ്പോൾ അത് 0, അവിടെ ആളില്ല. ദെൻ നമ്പർ ഓഫ് ബോഡി സെൻറ്റേഡ് ആറ്റംസ് ഡിവൈഡഡ് ബൈ 1 ആണുള്ളത്. നമ്പർ ഓഫ് ബോഡി സെൻറ്റേഡ് ആറ്റംസ് എന്താ? ഒരെണ്ണേ ഉള്ളൂ. അതിന് വേറെ ആരായിട്ടും എന്തില്ല, ഷെയറിംഗ് ഇല്ല. അത് ഈ യൂണിറ്റ് സെല്ലിന് ഉൾപ്പെട്ടു. അതുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ 1 വന്നത്. അപ്പോൾ +1, ആ 1 ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 1/8 × 8 എന്ത് കിട്ടും? 1 കിട്ടും. +1 2. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിൽ, ഒരു ബോഡി സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചറിൻ്റെ യൂണിറ്റ് സെല്ലിൽ വരുന്ന ആറ്റംസ് എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? 2 എണ്ണമാണ്. ഓക്കെ, 2 എണ്ണമാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ ഇവിടെ വരുന്ന അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് 0.68 ആണ്. 0.68 നിങ്ങൾക്ക് ഇവിടെ കാണാം. ആറ്റംസ് ആക്ച്വലി അറേഞ്ച് ചെയ്താൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ആറ്റംസ് അറേഞ്ച് ചെയ്യുമ്പോൾ ഇത് കോർണർ ഷെയറിംഗ് ആണ്, കോർണേഴ്സിലുള്ള ആറ്റംസ് ആണ്. ബോഡി സെൻറ്റേഡ് ആറ്റംസിന് പുറത്തേക്ക്, യൂണിറ്റ് സെല്ലിൻ്റെ പുറത്തേക്ക് അതിനെന്തില്ല, യാതൊരുവിധ ഷെയറിങ്ങും വരുന്നില്ല. നിങ്ങൾ നോക്കുക, ഇവിടെ ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ 0.68 ആയിട്ട് എന്ത് ചെയ്തു? അത് ഉയർന്നു. മറ്റൊടുത്ത് എത്ര ഉണ്ടായിരുന്നുള്ളൂ? സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ 0.52 ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇവിടെ നമ്മുടെ പാക്കിംഗ് ഡെൻസിറ്റി ഒന്നും കൂടി കൂടി. കാരണം ഇതിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്യുന്നു? ഒരു ആറ്റം കൂടി വന്നു. അപ്പോൾ അത് കുറച്ചും കൂടി സ്പേസ് എന്ത് ചെയ്തു? അവിടെ എടുത്തു. അതുകൊണ്ട് തന്നെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ത് ചെയ്തു? കൂടി. അപ്പോൾ ഇത്തരത്തിലുള്ള ബോഡി സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചേഴ്സ് വരുന്ന മെറ്റൽസിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? ആൽഫ അയൺ. ആൽഫ അയൺ എന്ന് പറഞ്ഞാൽ അയണിൻ്റെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ റേഞ്ചിലുള്ള ഒരു അയണാണത്. നമ്മൾ സാധാരണ അയണ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ റേഞ്ചിലുള്ള അയണിൻ്റെ ആ ഒരു ക്രിസ്റ്റൽ അയണിനെ വിളിക്കുന്ന പേരാണ് ആൽഫ അയൺ. ആൽഫ അയൺ ഉണ്ട്, ബീറ്റ അയൺ ഉണ്ട്, ഗാമ അയൺ ഉണ്ട്. അത് നമ്മൾ പഠിക്കും. അപ്പോൾ ആൽഫ അയൺ ആ ടെമ്പറേച്ചർ റേഞ്ച് അനുസരിച്ചിട്ട് നമ്മൾ അയൺസിനെ ആൽഫ അയൺ, ബീറ്റ അയൺ, ഗാമ അയൺ എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ പഠിക്കുന്നതൊക്കെ. അപ്പോൾ ആൽഫ അയൺ എന്താണ്? BCC സ്ട്രക്ചറാണ്. അതുപോലെ ക്രോമിയം എന്ന് പറയുന്ന മെറ്റൽ BCC സ്ട്രക്ചറാണ്. വനേഡിയം, മോളിബിഡിനം, പൊട്ടാസ്യം, സോഡിയം, ടങ്സ്റ്റൺ തുടങ്ങിയിട്ടുള്ള മെറ്റൽസുകളെല്ലാം ബോഡി സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചേഴ്സ് ആണ്. ബോഡി സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചർ ഓർത്തിരിക്കുക. ദെൻ നമുക്ക് അടുത്തത് എന്താണ്? ഫേസ് സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചേഴ്സ്. ഫേസ് സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചേഴ്സിൽ ആറ്റംസിൻ്റെ കോർണേഴ്സിലെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ആറ്റംസ്. ഇതും ക്യൂബിക് സ്ട്രക്ചറാണ്. അതുകൊണ്ട് എല്ലാ കോർണേഴ്സിലും 8 കോർണേഴ്സിലും ആറ്റംസ് ഉണ്ടായിരിക്കും. കൂടാതെ ഈച്ച് ഫേസ്, ഓരോ ഫേസിൻ്റെ സെൻറ്ററിലും എന്ത് ചെയ്തിട്ടുണ്ടാവും? ആറ്റംസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ ഫേസിൻ്റെ സെൻറ്ററിലും ആറ്റംസ് എന്ത് ചെയ്തിട്ടുണ്ട്? ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ ഭാഗത്തും ഉണ്ടാവും, ഇപ്പുറത്തും ഉണ്ടാവും. കാണാനിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ മൊത്തം 6 ഫേസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ആറ്റംസ് നമ്മുടെ യൂണിറ്റ് സെല്ലിൽ, ഈ ഒരു യൂണിറ്റ് സെല്ല്, ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. നമുക്ക് നോക്കാം. എങ്ങനെ നോക്കുക? നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ്? നമ്പർ ഓഫ് കോർണർ ആറ്റംസ് ഡിവൈഡഡ് ബൈ 8. എത്ര കോർണർ ആറ്റം? 8. 8/8. ഇവിടെ 1 കിട്ടി. ദെൻ നമ്പർ ഓഫ് ഫേസ് സെൻറ്റേഡ് ആറ്റംസ് ഡിവൈഡഡ് ബൈ 2. കാരണം ഈ ഒരു ഫേസ് ഡിവൈഡഡ് ബൈ 2 വരാനുള്ള കാരണം എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ഒരു ഫേസിലുള്ള ആറ്റം തൊട്ടടുത്തുള്ള യൂണിറ്റ് സെല്ലിൻ്റെ ഈ ഒരു ഫേസുമായിട്ട് മാത്രമേ അതിന് ഷെയറിംഗ് ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു ഹാഫ് പോർഷൻ ഇങ്ങോട്ടും ഹാഫ് പോർഷൻ ഇങ്ങോട്ടുമാണ് വരുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല വരുന്നത്. 8 ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ 8 സൈഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ഷെയറിങ് വരുന്നുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതിൻ്റെ മീനിങ് എന്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്പർ ഓഫ് ഫേസ് സെൻറ്റേഡ് ആറ്റംസ് ഡിവൈഡഡ് ബൈ 2. എത്ര ഫേസ് സെൻറ്റേഡ് ആറ്റംസ് വരുന്നുണ്ട്? നമുക്ക് എത്ര ഫേസ് വരുന്നുണ്ട്? 1 2 3 4 5 6. 6 ഫേസ് വരുന്നുണ്ട് ഈ ഒരു ക്യൂബിന്. അപ്പോൾ 6 ഫേസിലും ആളുണ്ട്. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ 2 പ്ലസ് എന്താണ്? നമ്പർ ഓഫ് ബോഡി സെൻറ്റേഡ് ആറ്റം. ബോഡി സെൻറ്റേഡ് ആറ്റം ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് നോക്കണ്ട. അപ്പോൾ 6/1/6/2 3. അപ്പോൾ 3 + 1 4. അപ്പോൾ ഇതിൽ എത്ര ഉണ്ടാവും? 4 ആറ്റംസ് ആയിരിക്കും ഈ യൂണിറ്റ് സെല്ലിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ പാക്കിംഗ് ഫാക്ടർ, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്തായി? 0.78 ആയി. 0.78 ആയി. കാരണം ഇവിടെ
നമ്മുടെ 6 ഫേസിലും എന്ത് ചെയ്യുന്നു, ആറ്റംസ് വന്നു. ആ 6 ഫേസിലും ആറ്റംസിൻ്റെ പകുതി ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, ഈ യൂണിറ്റ് സെല്ലിൽ ഉൾപ്പെടുകയാണ്. എന്നാൽ ഇവിടെ എത്ര ഉൾപ്പെടുന്നുള്ളൂ, കോർണേഴ്സിൽ ആ ആറ്റംസിൻ്റെ 8 ആറ്റംസിൻ്റെയും ഒരു 1/8 ഭാഗം മാത്രമാണ്. അതായത് ഒരാറ്റത്തിന് 1/8 ഭാഗം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അതിൽ ഉൾപ്പെടുന്നത്. ഇവിടെ ആണെങ്കിൽ ആ ആറ്റത്തിൻ്റെ ഹാഫ് ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഉൾപ്പെടുകയാണ് ഒരു ഫേസിലുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ യൂണിറ്റ് സെല്ലിലുള്ള ആ ക്യൂബിക് സ്ട്രക്ചറിലുള്ള അല്ലെങ്കിൽ ആ ക്യൂബിലുള്ള കൂടുതൽ സ്പേസ് എന്ത് ചെയ്തു, നമ്മുടെ ആറ്റംസ് ഓക്യുപ്പൈ ചെയ്തു. അതുകൊണ്ട് തന്നെ പാക്കിംഗ് ഫാക്ടർ എന്ത് ചെയ്യും, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ത് ചെയ്യും, കൂടും. 0.78 ആയി. ഇവിടെ 0.68 ആണ് BCCയിൽ. കാരണം അവിടെ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് സ്പേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പുറത്ത് 0.52 ഉള്ളൂ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ. ഓർത്തിരിക്കുക. അതിൻ്റെ എക്സാമ്പിൾ ഏതെല്ലാമാണ്, അലുമിനിയം, കോപ്പർ, ഗോൾഡ്, ലെഡ്, നിക്കല്, പ്ലാറ്റിനം, സിൽവർ തുടങ്ങിയിട്ടുള്ള മെറ്റൽസിലെല്ലാം ഫേസ് സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചറാണ്. FCC സ്ട്രക്ചേഴ്സ് ഉള്ള മെറ്റൽസ് ആയിരിക്കും ഏറ്റവും സോഫ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഡക്റ്റൈൽ മെറ്റീരിയൽസ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന മെറ്റൽസ് എല്ലാം എന്താണ്, FCC സ്ട്രക്ചറായിരിക്കും. ഡക്റ്റൈൽ മെറ്റീരിയൽസ് എല്ലാം എന്തായിരിക്കും, FCC സ്ട്രക്ചറിലായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ ഡക്റ്റൈൽ മെറ്റീരിയൽസും ആയിരിക്കും. അല്ലെങ്കിൽ ഒന്നും കൂടി സോഫ്റ്റ് മെറ്റീരിയൽസ് എല്ലാം എന്തായിരിക്കും, FCC സ്ട്രക്ചറിലായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ HCP സ്ട്രക്ചർ, ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചർ. എന്താണ് ഹെക്സഗണൽ സ്ട്രക്ചർ എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഹെക്സഗണൽ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചറിൽ എന്താണ് മാറ്റം? അപ്പോൾ നമുക്കറിയാം ഹെക്സഗണൽ ആകുമ്പോൾ 6 ഉണ്ട് എന്നുള്ളത് അറിയാം. ഇതിൽ ആ സ്പേസ് ലാറ്റിസ് ആണ് ഇവിടെ കാണുന്നത്. ഇതിൽ 2 ഫേസ് ഇവിടെ കാണാം. മുകളിലൊരു ടോപ്പ് ഫേസും താഴെ ഒരു ബോട്ടം ഫേസും. ഈ 4 ഫേസ്, ടോപ്പ് ഫേസിലും ബോട്ടം ഫേസിലും കൂടിയിട്ട് മൊത്തം 12 കോർണേഴ്സ് വരുന്നുണ്ട് അല്ലേ, 12 കോർണേഴ്സ് വരുന്നുണ്ട് മൊത്തം. അപ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യും, 12 ആറ്റംസ് ഈ ലാറ്റിസ് പോയിന്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അത് കൂടാതെ ഈ ഒരു ഫേസിൽ, ഈ ഒരു ടോപ്പ് ഫേസിലും ബോട്ടം ഫേസിലും അതിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫേസ് സെൻറ്റേഡ് വന്നു. കോർണർ സെൻറ്ററിന് പുറമെ ഒരു ഫേസ് സെൻറ്റർ, കോർണറിൽ പുറമെ ഫേസ് സെൻറ്റേഡ് വന്നു. കൂടാതെ ഈ ഒരു ബോഡി, നമ്മുടെ ഈ ഒരു ബോഡിയിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് സെല്ലിൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു 3 ആറ്റംസും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ 3 ആറ്റംസും ഇതിൻ്റെ സെൻറ്ററിലാണ്, അതിൻ്റെ ഉള്ളിലാണ്. ഇതിനെ വേറെ ഏത് യൂണിറ്റ് സെല്ലുമായിട്ട് എന്തില്ല, യാതൊരുവിധ ഷെയറിങ്ങും ഇല്ല. കാരണം അത് ബോഡി സെൻറ്റേർഡ് ആണ്. അപ്പോൾ 3 എണ്ണം ഇവിടെയും വന്നു. അപ്പോൾ എത്ര എണ്ണമാണ്, മൊത്തം 12 എണ്ണം. അതായത് ടോപ്പ് ഫേസിൽ 6 കോർണറും താഴെ 6 കോർണറും, മൊത്തം 12 കോർണർ ആറ്റംസ് വന്നു. കൂടാതെ ഫേസ് സെൻറ്റേർഡ് എത്രണ്ണം വന്നു, 2 എണ്ണം വന്നു. ദെൻ ബോഡി സെൻറ്റേർഡ് എത്രണ്ണം വന്നു, 3 എണ്ണം വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നോക്കിക്കേ, നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്താണ്, നമ്പർ ഓഫ് കോർണർ ആറ്റംസ് എത്രയാണ്, 12. എന്നാൽ അവിടെ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് കോർണർ ആറ്റംസ് ഡിവൈഡഡ് ബൈ 8 ആയിരുന്നു. എവിടെ, സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ. ഇവിടെ 8 കൊടുത്താൽ പോരാ. ഇവിടെ എത്ര വരുന്നുണ്ട്, 12 കോർണർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 12 വേണം. അതുകൊണ്ട് തന്നെ 1/6 മാറിപ്പോയി. 8 കോർണറാണ് അവിടെ വന്നിട്ടുള്ളത്. ഇവിടെ 12 കോർണർ ആറ്റംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 12 നമ്പർ ഓഫ് കോർണർ ആറ്റംസ് അവിടെ ഉണ്ട്. എന്നാൽ അവിടെ NC ഡിവൈഡഡ് ബൈ 8 ആയിരുന്നു. NC ഡിവൈഡഡ് ബൈ 8 ആയിരുന്നു. 8 അതായത് ഒരു ആറ്റം തന്നെ 8 ഷെയറിങ് അതിന് വരുന്നുണ്ട് ഒരു കോർണർ ആറ്റംസിന്. ബട്ട് ഇവിടെ എത്രയേ വരുന്നുള്ളൂ, 6 എണ്ണേ വരുന്നുള്ളൂ. ഒരു കോർണർ ആറ്റംസിന് 6 ഇതായിട്ട് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, അതിന് ഷെയറിങ് വരുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 1/6 എന്ന് വരാൻ കാരണം. അപ്പോൾ 12/6 ചെറിയൊരു മാറ്റം അവിടെയുണ്ട്. കോർണർ ആറ്റംസിൻ്റെ കേസിൽ 12/6 പ്ലസ് നമ്പർ ഓഫ് ഫേസ് സെൻറ്റേർഡ് ആറ്റംസ് എത്രയാണ്, 2 എണ്ണമാണ് ഉള്ളത്. അത് ഡിവൈഡഡ് ബൈ 2. കാരണം ഇതിൻ്റെ മുകളിലും ഒരു ഫേസ് വരാം, ഇതിൻ്റെ താഴെയും ഒരു ഫേസ് വരാം
അല്ലേ? അല്ലാതെ വേറൊരു ഇതും അവിടെ പിന്നെ വരാനില്ല. അതുകൊണ്ട് തന്നെ രണ്ടെണ്ണേ വരുള്ളൂ. അപ്പോൾ 1/2 × 2 അതായത് 2/2 എന്ന് വരും അല്ലേ? നമ്പർ ഓഫ് കോർണർ ആറ്റംസ് ഡിവൈഡഡ് ബൈ 2, നമ്പർ ഓഫ് ഫേസ് സെൻറ്റേഡ് ആറ്റംസ് ഡിവൈഡഡ് ബൈ 2. നമ്മൾ കഴിഞ്ഞ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൻ്റെ കേസിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ദെൻ ബോഡി സെൻറ്റേഡ് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 1 തന്നെയാണ് എപ്പോഴും വരിക. HCP ആയാലും ക്യൂബിക് സ്ട്രക്ചർ ആയാലും നമ്പർ ഓഫ് ബോഡി സെൻറ്റേഡ് ആറ്റംസ് ഡിവൈഡഡ് ബൈ 1 ആണ്. ഇവിടെ തന്നെ വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. അതിന് വേറെ ആരായിട്ടും ഷെയറിംഗ് ഇല്ല, അതുകൊണ്ട് 3 അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് ആ 3 ഡിവൈഡഡ് ബൈ 1 അല്ലെങ്കിൽ 3, ആ 3 അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ എത്ര വരും? ഇവിടെ 3, ഇവിടെ 1, ഇവിടെ 2. ഇപ്പോൾ 2, 1, 3, 3, 6 ഇവിടെ വരും. അപ്പോൾ ഒരു HCP സ്ട്രക്ചറിൽ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? 6 ആറ്റംസ് അതിൽ ആ യൂണിറ്റ് സെല്ലിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ഒന്നും കൂടി പറയുകയാണ്, നമ്മുടെ ബാക്കിയുള്ള സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറുമായിട്ട് HCPക്കുള്ള മാറ്റം, ബോഡി സെൻറ്റേഡ് ആയാലും ഫേസ് സെൻറ്റേഡ് ആയാലും സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ ആയാലും അവ തമ്മിൽ എന്താണ് ഇതിനുള്ള മാറ്റംസ്? ഇത് ഹെക്സഗണൽ ഷേപ്പാണ് നോക്കുക. അതിൽ എയും ബിയും ഈക്വലാണ്, എയും ബിയും ഈക്വലാണ്. ബട്ട് എയും ബി ഈക്വലാണ്, ബട്ട് അത് രണ്ടും എന്തല്ല, നോട്ട് ഈക്വൽ ടു എന്തല്ല, സി. അതൊരു മാറ്റമാണ്. മറ്റൊരുത്ത് എയും ബിയും ഈക്വൽ ടു സി ആണ്. അതുപോലെ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്, അതുപോലെ ഈ ഒരു ആംഗിളും 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് രണ്ട് ആംഗിൾസ് ഇവിടെ 90 ഡിഗ്രി ഈക്വലാണ്. ബട്ട് നമുക്ക് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ആംഗിൾസ് മാത്രമേ ഈക്വൽ ആവുന്നുള്ളൂ. മറ്റൊരു ആംഗിൾ എന്താണ്? മറ്റൊരു പാരാമീറ്റർ ആൽഫ ബീറ്റ ഗാമയിലുള്ള മറ്റൊരു പാരാമീറ്റർ എന്താണ്? അതിലേതോ ഒന്ന് 120 ഡിഗ്രിയാണ്, ബാക്കി 2 90 ഡിഗ്രിയാണ്. ആ ഒരു മാറ്റം ഇവിടെ വരുന്നുണ്ട്. കൂടാതെ നമുക്കറിയാം ഒരു ടോപ്പ് ഫേസ്, ഒരു ബോട്ടം ഫേസ് ഇവിടെ വരുന്നുണ്ട്. ഈ ടോപ്പ് ഫേസിൽ 6 കോർണേഴ്സ് വരുന്നുണ്ട്, ബോട്ടം ഫേസിലും 6 കോർണേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ മൊത്തം 12 കോർണർ ആറ്റംസ് അവിടെ വരുന്നുണ്ട്. ബട്ട് 12 കോർണർ ആറ്റംസ് വന്നാലും ഇവിടെ അതിന് 6 ഷെയറിങ് മാത്രമേ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള യൂണിറ്റ് സെല്ലുകളുമായിട്ട് ഈ കോർണറിൽ വരുന്ന ആറ്റംസിനെ 6 ഈക്വൽ ഭാഗമായിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 1/6 വന്നത്. എന്നാൽ മറ്റൊടുത്ത് 1/8 ആണ് ക്യൂബിക് സ്ട്രക്ചറിൽ വന്നത്. കാരണം അവിടെ 8 ഒരു കോർണർ ആറ്റം 8 എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ 12 കോർണർ ആറ്റം 6 ഷെയർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് 12/6. അപ്പോൾ ആ 12/6 12 ആറ്റംസ് 6 ഷെയർ ചെയ്ത് പോയാൽ ബാക്കി എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഇതിന്ന് കണ്ടുപിടിക്കാം. ദെൻ ഫേസ് സെൻറ്റേഡ് ആറ്റംസ് ടോപ്പ് ഫേസിലും ബോട്ടം ഫേസിലും അതിൻ്റെ സെൻറ്ററിൽ ആറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസിലുള്ള ആറ്റംസിനെ എപ്പോഴും ഫേസ് സെൻറ്റേഡ് ആറ്റംസിനെ തൊട്ടടുത്തുള്ള ഒരു ഫേസുമായിട്ട് മാത്രമേ ഷെയറിങ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് /2 വരുന്നത്. അപ്പോൾ പകുതി ഭാഗം ഈ ഫേസിലും ബാക്കി പകുതി ഭാഗം മറ്റേ ഫേസിലുമായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് /2 വന്നു. അപ്പോൾ 2 2 × 1/2. ഓക്കെ. ദെൻ ബോഡി സെൻറ്റേർഡിനെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, വേറെ ഏതൊരു യൂണിറ്റ് സെല്ലുമായിട്ട് അതിന് യാതൊരു വിധ ഷെയറിങ്ങും ഉണ്ടാവില്ല. അത് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആറ്റംസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് എത്ര ഉണ്ട്, 3 HCPയിലുള്ളത്. സോ അങ്ങനെയാണ് നമുക്ക് ഇവിടെ 2, ഇവിടെ 1, മൊത്തം 2 1 3 + 3 6 കിട്ടുന്നത്. ഇതിൻ്റെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ നിങ്ങൾ നോക്കുക, 0.74 ആണ്. അതായത് FCCയുടെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ 0.78 അതുപോലെ HCPയുടെ ഹെക്സഗണൽ ക്ലോസ് പാക്കറിൻ്റെ അറ്റോമിക് ഫാക്ടർ വരുന്നത് 0.74 എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ, ചെറിയൊരു മാറ്റമുണ്ട്. ഇത് 0.78 അല്ല, ഇത് 0.74 തന്നെയാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. FCCയുടെയും അതുപോലെ തന്നെ ഹെക്സഗണൽ ക്ലോസ് പാക്കറിൻ്റെയും അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ സെയിം ആണ്, 0.74 ആണ്. ഇതിൻ്റെയും 0.74 ആണ്. അതായത് രണ്ടിലും ആറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ആറ്റംസ്
അതിൻ്റെ യൂണിറ്റ് സെല്ലിൽ ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയം ഏകദേശം എന്തുതന്നെയാണ്? അതിൻ്റെ രണ്ടിൻ്റെയും അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ സെയിം ആണ്, 0.74. അത്രയും മനസ്സിലാക്കുക. അതുപോലെ തന്നെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ നമ്മൾ വേറൊരു പേര് പാക്കിംഗ് ഡെൻസിറ്റി എന്ന് പറയും. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ജസ്റ്റ് അതിൻ്റെ ഇക്വേഷനും കൂടി അറിഞ്ഞിരിക്കുക. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ. ആ യൂണിറ്റ് സെല്ലിൽ ഉൾപ്പെട്ടിട്ടുള്ള ആറ്റംസിൻ്റെ വോളിയം. ഇപ്പോൾ ഇവിടെ 6 ആറ്റംസ് ഉണ്ടെങ്കിൽ ആ 6 ആറ്റംസിൻ്റെയും വോളിയം ഡിവൈഡഡ് ബൈ യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം. ടോട്ടൽ ആ യൂണിറ്റ് സെല്ല് എത്ര വോളിയം ഉണ്ട് അതിൽ വരുന്നു, ആ ഒരു വോളിയമാണ് നമ്മുടെ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഡിവിഷനാണ് നമ്മുടെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടു എന്താണ് ഇക്വേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ അല്ലെങ്കിൽ പാക്കിംഗ് ഡെൻസിറ്റി, എത്രത്തോളം യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം അത് നമ്മുടെ ആറ്റംസ് ഓക്യുപ്പൈ ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ HCPയുടെ എക്സ്റ്റേണൽ ക്ലോസ് പാക്ക്ഡ് HCCPയുടെ എക്സ്റ്റേണൽ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾസ് ഏതെല്ലാമാണ്? കാഡ്മിയം, മഗ്നീഷ്യം, ടൈറ്റാനിയം, സിങ്ക്, സിർക്കോണിയം. ഓക്കെ, അതൊക്കെയാണ് എന്ത് വരുന്നത് അതിൻ്റെ എക്സാമ്പിൾ. കാഡ്മിയം, മഗ്നീഷ്യം, ടൈറ്റാനിയം, സിങ്ക്, സിർക്കോണിയം. ഇത് ഇല്ല കേട്ടോ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക, പഠിക്കുക. ഇതിൻ്റെ നോട്ടുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക, വെക്കാൻ പറയും തൊട്ടടുത്ത് തന്നെ. അപ്പോൾ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അറ്റൻഡൻസ് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇത് വീഡിയോ ആയിട്ടാണ് വരിക, കമൻറ്റ് ചെയ്യുക കേട്ടോ.